ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തുക എന്നുള്ളത് കുഞ്ഞിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ അമ്മമാരെ സംബന്ധിച്ചാണെങ്കിലും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയ തന്നെയാണ് അല്ലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന്റെ ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റോപ്പ് ചെയ്തത് എന്നാണ്. സോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സ് ആയിട്ടില്ല. ഈ മാസം തീരുമ്പോഴത്തേക്കും 1.5 വയസ്സാവും. അപ്പൊ ഞാൻ ഇവന്റെ ബ്രസ്റ്റ് ഫീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തത് എൻ്റെ മോന് ഒരു 1.25 വയസ്സാകുമ്പോഴാണ്. കാരണം അത് നിർത്താൻ ഒരു കാരണമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര ഏർലി ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഓരോ അമ്മമാരുടെയും ചോയ്സ് ആണ്. അതായത് ചിലപ്പോൾ ചിലർക്ക് നേരത്തെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തേണ്ടി വരും. കാരണം ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് ഫോഴ്സ് ചെയ്ത് കുഞ്ഞിന്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതല്ല എങ്കിൽ ചിലപ്പോൾ ബ്രസ്റ്റ് അഡിക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചില സാഹചര്യത്തിൽ നേരത്തെ ഏർലി ആയിട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താറുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിന്റെ ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ നിർത്തിയത് അവൻ കുറച്ചധികം ബ്രസ്റ്റ് അഡിക്ഷൻ ഉള്ള ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 1.25 വയസ്സിൽ അവന്റെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തേണ്ടി വന്നു. സോ ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ വേണ്ടിയിട്ട്. കാരണം അറിയാലോ, കുഞ്ഞ് ജനിച്ചത് മുതൽ അവരൊരു 2 വയസ്സ് വരെ യൂഷ്വലി എല്ലാ കുഞ്ഞുങ്ങളും ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കും ഉറങ്ങുന്നത് അല്ലേ. അവരുടെ റുട്ടീൻ തന്നെ, ലൈഫിലെ റുട്ടീൻ തന്നെ അങ്ങനെയായിരിക്കും. ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് പാല് കുടിച്ചേ മതിയാകൂ എന്നൊരു സാഹചര്യമുള്ള കുഞ്ഞുങ്ങളാണ് പൊതുവെ കൂടുതൽ. അപ്പൊ എൻ്റെ മോനും അങ്ങനെ ഒരു കുഞ്ഞായിരുന്നു. ജനിച്ച മുതൽ തന്നെ നല്ല പോലെ പാല് കുടിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. സോ ഞാൻ എൻ്റെ നേരത്തെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഷെയർ ചെയ്തിരുന്നു. അത് കാണാത്തവരത് കാണുക. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്സ്ഡ് ഫീഡിംഗ് ആണ് ചെയ്തിരുന്നത്. അതായത് കുഞ്ഞിന് ഫോർമുല മിൽക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലായിരുന്നു, മിക്സ്ഡ് ഫീഡിംഗ് ആയിരുന്നു. സോ എങ്ങനെയാണെങ്കിലും ശരി, ഒരു 2 hour once സ്റ്റാർട്ടിങ്ങിലൊക്കെ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടും കുഞ്ഞ് വീണ്ടും അതുപോലെ തന്നെയാണ്. അതായത് ഒരു സാധാരണ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3-4 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ട് ഫീഡ് ചെയ്താൽ മതിയാവും. പക്ഷെ എൻ്റെ കുഞ്ഞ് അങ്ങനെയല്ല. അപ്പോഴും അവൾ 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പാല് ചോദിച്ചു വരുമായിരുന്നു. അങ്ങനെ പാല് കുടിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ രാത്രി ആകുമ്പോഴും 2 hours once അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 1 hour ഗ്യാപ്പിലൊക്കെ പാല് കുടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് രാത്രികളിൽ ഉറക്കമില്ല, കുഞ്ഞിനും രാത്രി ഉറക്കമില്ല. അല്ല, കുഞ്ഞിന് ഉറക്കമില്ലെന്നല്ല, കുഞ്ഞിന് ഉറക്കമുണ്ട്, പക്ഷെ പാല് കുടിക്കാൻ എഴുന്നേക്കുന്നു, ഉറങ്ങുന്നു, അങ്ങനെ. അപ്പം ഇവനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റുകൊണ്ടേയിരുന്നു. അപ്പൊ ആദ്യമേ ഞാൻ പറയാം, കുഞ്ഞുങ്ങള് ഒരു 6 മാസം ആയി കഴിഞ്ഞാൽ നമ്മളറിയാലോ, 6 മാസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം അവര് ഫുഡും കൂടെ കഴിക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ ഫീഡ് ചെയ്തിരുന്നു. അത് വേറൊരു കാര്യം. അപ്പൊ ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഇവൻ എന്ന് പറയുന്ന ഭയങ്കര ബ്രസ്റ്റ് അഡിക്ഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഉറങ്ങുമ്പോൾ എപ്പോഴും കുഞ്ഞിന് പാല് കൊടുക്കണം. അതിപ്പോ ഡേ ടൈമിലാണെങ്കിലും ശരി, നൈറ്റ് ടൈം ആണെങ്കിലും ശരി, ഞാൻ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവനെ ഉറക്കണമെങ്കിൽ പാല് കുടിച്ചേ ഉറങ്ങത്തുള്ളൂ. ചില ബേബീസ് ഉണ്ട്, നമ്മൾ എടുത്തോണ്ട് നടന്ന് തട്ടിക്കൊണ്ട് നടന്നാൽ അങ്ങനെ ഉറങ്ങും. ചില ബേബീസ് തൊട്ടിലിട്ട് ആട്ടിയാലേ ഉറങ്ങുള്ളൂ. ചില ബേബീസ് ആണെങ്കിൽ നമ്മുടെ ബെഡിൽ അടുത്ത് കണ്ടെന്ന് ഉറങ്ങും. അപ്പൊ എൻ്റെ ബേബി നൈറ്റ് എൻ്റെ അടുത്ത് കിടന്നാണ് ഉറങ്ങുന്നത്, പക്ഷെ പാല് കുടിച്ചിട്ടായിരിക്കും അവൻ ഉറങ്ങുന്നത്. എംബ്രോന് പിന്നെ പല്ലൊക്കെ വന്നതിന് ശേഷം ഇവൻ നല്ല രീതിയിൽ കടിക്കാൻ തുടങ്ങി. പാല് കുടിക്കുമ്പോൾ ചില ബേബീസ് അങ്ങനെയാണല്ലേ, പല്ലൊക്കെ പുറത്തൊക്കെ വരുന്ന സമയത്ത് തരിക്കുമ്പോഴൊക്കെ കടിക്കും. ബേബിക്ക് ഈനി തരിക്കുമ്പോൾ അവരിങ്ങനെ കടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അധികം വേദനിക്കാറില്ല. പക്ഷെ പല്ല് വന്നതിന് ശേഷം കടിക്കുമ്പോൾ നല്ല രീതിയിൽ വേദനിക്കും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് എന്നെ കടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, രാത്രിയൊക്കെ ആണെങ്കിലും പിന്നെ 1 വയസ്സായിട്ട് പോലും ഞാൻ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അരമണിക്കൂറിലൊക്കെ എനിക്ക് എഴുന്നേറ്റ് ഫീഡ് ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആയപ്പം ഞാൻ അങ്ങ് മെന്റലി ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങി. വേറൊന്നും അല്ല, എനിക്ക് ഉറക്കമില്ല, കുഞ്ഞിന് ഉറക്കമില്ല. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ നോക്കണം. അപ്പൊ നമ്മൾ ഉറങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത ദിവസം ആക്റ്റീവായിട്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ. അതുപോലെ 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആക്റ്റീവായി തുടങ്ങും കുഞ്ഞുങ്ങൾ. ഓൾറെഡി എംബ്രോ നല്ല ആക്റ്റീവാണ്. സോ നോക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഈസി ആയിരുന്നു. പിന്നെ ഇനി അഥവാ എൻ്റെ കൂടെ പാരന്റ്സ് ഇല്ലായിരുന്നെങ്കിലും എനിക്ക് ഈസി ആയിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ് എനിക്ക് കിട്ടിയത്. സോ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്.
സോ അതിൽ ഞാൻ ലക്കിയാണ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഇനി ഞാൻ സ്റ്റോപ്പ് ചെയ്തതെന്ന് പറയാം. അപ്പൊ എന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, എന്റെ പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വാപ്പ അതുമേ പറയും നമുക്ക് കൈപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. കാരണം പണ്ടുള്ളവർക്ക് അങ്ങനെയാണ്, കൈപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്യും. അപ്പൊ കുഞ്ഞു കുടിക്കാൻ പോകുമ്പോൾ കഴിക്കുന്നെന്നും പറഞ്ഞ് കുടിക്കാൻ അവരെന്താണ് മടി കാണിക്കും അല്ലെ. ഇപ്പൊ പാവയ്ക്കയുടെ നീരാണെങ്കിലും പിന്നെ ഏതൊക്കെയോ ഇലകളൊക്കെ, കൈപ്പുള്ള ഇലകളൊക്കെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഖത്തറിലായത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, പാവയ്ക്കൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഞാൻ മേടിച്ചൊന്നുമില്ല. പാവയ്ക്ക് പോയിട്ടൊരു നെല്ലിക്ക പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് വാപ്പ തൽക്കാലം എന്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് പുളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ എന്തേന്ന്, പുളി ചിലപ്പോൾ ട്രൈ ചെയ്യുന്ന ഞാൻ മാത്രമേ കാണുള്ളൂ. കാരണം ഇവന് സോൾട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ കിവി ഇല്ലേ, കിവി കൊടുക്കുന്ന സമയത്ത് ഇവൻ കഴിക്കൂല. ചെറിയ പുളിപ്പൊക്കെ ഉണ്ടെങ്കിലേ കിവി കഴിക്കാറില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവന് പുളിപ്പ് ഇഷ്ടമല്ല. അപ്പൊ വാപ്പ പറഞ്ഞു എന്നാ പിന്നെ പുളി ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ പുളി ട്രൈ ചെയ്തപ്പോ ഇവ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പുളിയും കഴിച്ചിട്ട് പാലും കുടിച്ചിട്ട് കിടന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഉടനെ ഒരിക്കലും കുട്ടികളുടെ ഈ പാല് കൂടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് അത്രയും അത് ഫ്രസ്ട്രേഷൻ ആയിരിക്കും. കിട്ടുന്ന ഇത്രയും കാലം, ഒരു വർഷമായിട്ട്, ഒന്നേകാല് വർഷമായിട്ട് എന്റെ കുഞ്ഞ് കുടിച്ചോണ്ട് വരെയായിരുന്നു പാല്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, പതിയെ പതിയെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിഷമം കാണും, കുഞ്ഞാണെങ്കിലും ഒരുപാട് കരയും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവൻ എന്നെ കടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് പാല് കുടിക്കുന്നുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. അതുമല്ല ഇടയ്ക്ക് എംറുവിന് എംറു എന്തോ ഇടയ്ക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര, ഓൾറെഡി ഇവൻ ജനിച്ചപ്പോഴേ അങ്ങനെയാണ്, ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറക്കുന്നത് ഞാൻ ഇവിടെ തലയും കുത്തി നിൽക്കണം. അങ്ങനെ നിന്നിട്ടാണ് ചില സമയം ഞാനാണെങ്കിലും റീക്ക ആണെങ്കിലും ഇവനെ ഉറക്കാറുള്ളത്. അപ്പൊ ഒരു ദിവസം എന്തോ ഒരു അസുഖം വന്ന് അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഉറങ്ങാറില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റുട്ടീൻ ഫോളോ ചെയ്യുക, പിന്നെ രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കാറുണ്ട്. അപ്പൊ അതും ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ രാത്രി ഫീഡ് ചെയ്യരുത്, കുട്ടി ഒരാഴ്ച കരയും, നല്ലപോലെ നിർബന്ധം കാണിക്കും, എന്നാലും ശരി നിങ്ങൾ ഫീഡ് ചെയ്യരുതെന്ന് എന്റെ അടുത്ത് അഡ്വൈസ് ചെയ്തു. അപ്പോ അതിനു മുന്നേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഇവന്റെ പാല് കൂടി നിർത്തണം. കാരണം അത്രയും എനിക്ക് മെന്റൽ സ്ട്രെസ്സും കൂടെ ആയിപ്പോയി, ഉറക്കവും കൂടെ ഇല്ലാതായപ്പോഴേ. അങ്ങനെയൊക്കെയാണ് ഞാൻ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ എന്റെ സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററും പറഞ്ഞു എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇത്രയ്ക്ക് ബ്രസ്റ്റ് അഡിക്ഷൻ ആണെങ്കിൽ പാല് കൂടി അങ്ങ് നിർത്തിയേക്ക്, കംപ്ലീറ്റ് ആക്കി നിർത്തിയേക്കെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചത് രാത്രി ഉള്ളത് ആദ്യം എനിക്ക് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. ഡേ ടൈമിൽ പിന്നെ പതിയെ കുറച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഡേ ടൈമിൽ പിന്നീട് വലിയ കുഴപ്പമില്ലാണ്ടായി. സോളിഡ്സ് ഒക്കെ ഞാൻ കൊടുക്കുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നേട്ടാ, ഞാൻ കോൺസ്റ്റിപ്പേഷൻ കാണിക്കാനാണ് പോയത്. കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അത് കാണിക്കാനാണ് ഡോക്ടറിന്റെ അടുത്ത് പോയത്. എപ്പോഴാണ് ഡോക്ടറിന്റെ അടുത്ത് അഡ്വൈസ് ചെയ്തത്. അപ്പോ എനിവേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ജ്യൂസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവന് പാല് കുടിക്കുന്നതിന് പകരം ജ്യൂസ് ഒക്കെ ഓഫർ ചെയ്യാൻ തുടങ്ങി. അപ്പം കോൺസ്റ്റിപ്പേഷനും മാറി, പാല് കുടിക്കുന്നതിന്റെ അളവും ഡേ ടൈമിൽ ഞാൻ കുറച്ച് വന്നു. എന്നിട്ട് നൈറ്റ് കൊടുക്കണ്ടെന്നും പറഞ്ഞ് പുളിയൊക്കെ ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞേ പുളിയൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ എന്തായിരുന്നു, അടുത്ത ദിവസം ആയപ്പം നമുക്കിങ്ങനെ പാവം തോന്നുന്നു. അതായത് അവൻ കരയുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് വിഷമം വരും, നമുക്ക് പാവം തോന്നും, കുഞ്ഞ് ഇത്രയും നാൾ കുടിച്ചതല്ലേ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അമ്മമാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീലാണ് കുഞ്ഞ് നമ്മുടെ അടുത്ത് ചേർന്ന് പാല് കുടിക്കുമ്പോൾ അവര് നമ്മുടെ കണ്ണുകളിൽ നോക്കുന്നതും, കൈയൊക്കെ കൊണ്ട് നമ്മുടെ ചുണ്ടിലും വായിലും ഒക്കെ തൊടുന്നതും, കണ്ണുകൊണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കല്ലേ, ആ ഒരു ഫീല് നമ്മൾ അമ്മമാർക്കേ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഫീല് നഷ്ടമാകുമ്പോൾ അത് നമുക്കൊരു പറയാതിരിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്, ഒരു വിഷമമാണ് അല്ലെ. അപ്പൊ എന്താണ്, എനിക്കെന്തോ പാവം തോന്നി. റീക്ക എന്റെ അടുത്ത് പറയും നീ ഒരു കാര്യം ചെയ്യും, കുഞ്ഞിനെ പാല് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യം സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഒരു ദിവസം കൊടുക്കാതിരുന്ന് അടുത്ത ദിവസം വീണ്ടും കൊടുത്തേ. ആദ്യത്തെ ദിവസം നല്ല കരച്ചിലായിരുന്നു, പിന്നെ വീണ്ടും കൊടുത്തു തുടങ്ങി. പിന്നെയും വീണ്ടും ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, വീണ്ടും ഒരേ പാല് കുടിയും, പിന്നെ എന്നെ കടിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് ബ്രസ്റ്റിന്റെ നിപ്പിളൊക്കെ മുറിഞ്ഞുപോയി. നല്ല രീതിയിൽ പെയിൻ ആയിട്ട് മുറിഞ്ഞ് ബ്ലഡ് ഒക്കെ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീണ്ടും വിചാരിച്ചു ഇനി ഞാൻ പാല് കൊടുക്കൂല, ഇനി ഇങ്ങനെ ഇത് പറ്റൂല, ഞാൻ ഇനി അവന് പാല് കൊടുക്കൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു കാരണമാണോ എന്ന്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. ഇത് ഒരു കാരണം തന്നെയാണ് ബ്രസ്റ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞ് പാലുണ്ടെങ്കിലേ ഉറങ്ങൂ എന്ന് പറയുന്നത് ബ്രസ്റ്റ് അഡിക്ഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ അത്, പിന്നൊരു കാര്യം, നമ്മൾ അങ്ങനെ അവരെ റുട്ടീൻ അങ്ങനെ ആക്കിയത് കൊണ്ടാണ് അവരങ്ങനെ കുടിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ കുഞ്ഞിന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നു. അപ്പൊ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നൈറ്റ് ഫീഡ് ചെയ്യാതിരിക്കുക. എൻ്റെ ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് നൈറ്റ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് പാല് കുടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് നിർത്താൻ വേണ്ടിയിട്ട്. എന്നാലും കുഞ്ഞുങ്ങൾ കരയും, ഒരാഴ്ച നല്ല പോലെ കരയും. ഡോക്ടർ എൻ്റെ അടുത്ത് അത് തന്നെയാണ് പറഞ്ഞത്, ഒരാഴ്ച നല്ല പോലെ കരയും,
പക്ഷെ അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കരഞ്ഞ് തനിയെ അവർ തന്നെ മറന്നു. എന്റെ താത്തയും പറഞ്ഞു ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ഒന്ന് എടുത്തുകൊണ്ടൊക്കെ നടക്കേണ്ടി വരും. നമ്മൾ പിന്നെ നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ് കേട്ടോ. അതില്ലാണ്ട് പറ്റൂല. നമുക്ക് അങ്ങ് വിഷമമായിപ്പോ ചിലപ്പോൾ നമ്മള് പാല് വീണ്ടും കൊടുത്തു പോകും. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരും. വിഷമം കാരണമേ കുഞ്ഞ് കരയുന്നതൊക്കെ കാരണം നമുക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരിക്കും. സോ ഈവൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ ആദ്യത്തെ 2 ദിവസം നല്ല പോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ റീക്കായും കൂടെ ഉള്ളത് കാരണം റീക്കായും പാവം ഉറങ്ങിയില്ല. ഞാൻ വിചാരിച്ചു ഒരാഴ്ച ഭയങ്കരമായിട്ട് കരയുന്നു. പക്ഷെ എന്തോ 2 ദിവസത്തിൽ എനിക്ക് രാത്രിയുള്ള അവന്റെ ആ പാല് കൂടി നിർത്തിയെടുക്കാൻ പറ്റിയേ. രാത്രി ഞാൻ ഇവൻ എഴുന്നേറ്റപ്പോ ആദ്യമൊക്കെ ഫോർമുല മിൽക്ക് കൊടുത്തപ്പോ ഇവൻ കുടിക്കൂല. അപ്പൊ ഞാൻ വെള്ളം കൊടുത്തു നോക്കി. അപ്പൊ വെള്ളവും കുടിക്കില്ല, ബോട്ടിലൊക്കെ എടുത്തെറി. ഇവന് പാല് തന്നെ വേണം. അപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ചില സമയം ഒരു 15-20 അരമണിക്കൂറോളം നല്ല പോലെ കരയുമായിരുന്നു. അപ്പോ ഞാനും റീക്കായും കൂടെ എടുത്ത് സമാധാനിപ്പിച്ച് പിന്നെ തോളിലിട്ട് തട്ടിയൊക്കെയാണ് അവനെ ഉറക്കിയത് കേട്ടോ. അങ്ങനെ അവൻ പിന്നെ വീണ്ടും 2 മണിക്കൂർ 3 മണിക്കൂർ ആകുമ്പോൾ വീണ്ടും എഴുന്നേക്കും. അപ്പൊ ഞാൻ എഴുന്നേറ്റ്, നമ്മൾ കിടക്കുന്നതെന്ന് വെച്ചാൽ ബെഡില് കട്ടിലല്ല കിടക്കുന്നത്, തൊട്ട് താഴെയായിട്ട് കട്ടിലിന്റെ താഴെയായിട്ട് ബെഡ് എടുത്തിട്ടിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, കട്ടിലോട്ട് മാറിക്കിടന്നു. അപ്പൊ ഇവൻ എന്നെ അന്വേഷിക്കൂലല്ലോ. എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡിനെ അല്ലേ കാണുള്ളൂ. അങ്ങനെ തിരിച്ചു കിടന്ന് ഉറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ അതൊന്നും നടന്നില്ല. അവൻ എഴുന്നേറ്റിട്ട് എന്നെയാണ് അന്വേഷിക്കുന്നത്. സാധാരണ നമ്മൾ കിടക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡ് എമ്മറ് നടുക്കാണ് കിടക്കുന്നത്. നമ്മൾ ഈ ഉമ്മമാരുടെയൊക്കെ സ്മെല്ല് അടിച്ചിട്ട് കുഞ്ഞുങ്ങൾ വരുമെന്നാണല്ലോ പറയുന്നത്, പാല് കുടിക്കാൻ വേണ്ടി. പാലിന്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലേ. അപ്പൊ ഞാൻ മാറിയൊക്കെ കിടന്നൊക്കെ നോക്കി, അതൊന്നും നടന്നില്ല. അതായത് ഉറക്കത്തിലല്ലേ ഇവർ എഴുന്നേക്കുന്നത്, കണ്ണു പോലും ചിലപ്പോൾ തുറക്കൂല. പക്ഷെ പാലാണ് വേണ്ടത്, അന്വേഷിക്കുന്നത് പാലായിരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എഴുന്നേക്കുന്നു, അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നു, പാല് തിരക്കുന്നു, നമ്മൾ പാല് കൊടുക്കുന്നു, പിന്നെയും നമ്മൾ കിടന്നുറങ്ങുന്നു നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പാവം തോന്നുമായിരുന്നു. അത് മാത്രമല്ല, ഞാൻ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പാല് എഴുന്നേറ്റ് കൊടുക്കും. സോ അങ്ങനെ മാറിയൊക്കെ കിടന്ന് നോക്കി, ഒന്നും ഫലിച്ചില്ല. എഴുന്നേറ്റ് ഇവൻ എന്നെ തന്നെ അന്വേഷിച്ചു ഭയങ്കരമായിട്ട് കരയാനൊക്കെ തുടങ്ങി. വീണ്ടും ഞാൻ എടുക്കുന്നു. അധികം ഞാൻ എടുത്തില്ല, റീക്കാണ് എടുത്തത് കേട്ടോ. റീക്ക എടുത്ത് കൊണ്ട് നടന്നാണ് ഉറക്കിയത്. കാരണം ഞാൻ എടുക്കുമ്പോൾ വീണ്ടും അവൻ ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ റീക്ക തന്നെ എടുത്ത് നടന്ന് ഉറങ്ങി. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ, സാധാരണ അവൻ ആ ടൈമിൽ എഴുന്നേക്കൂല, ഉറങ്ങുന്നത് 11 മണിക്കാണ്. എഴുന്നേക്കുമ്പോൾ നല്ല ലേറ്റ് ആവും, 8 മണി ചിലപ്പോൾ 9 മണിയൊക്കെ ആവും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, 6 മണിയായപ്പോൾ 5:30-6 മണിക്കൊക്കെ എഴുന്നേക്കാൻ തുടങ്ങി. ഞാൻ ഈ പാല് കൊടുക്കാത്ത ദിവസങ്ങളിൽ, അതായത് ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. ആദ്യ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഇവൻ എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഒരു 5-5:30 ആയപ്പം, അതിന് മുന്നേ ഒരുപാട് സമയം എഴുന്നേറ്റു പാല് കുടിക്കാൻ വേണ്ടിയിട്ട്, കിട്ടിയില്ല, കരഞ്ഞ് തളർന്ന് കിടന്നുറങ്ങി. 5:30 ആയപ്പോൾ എഴുന്നേറ്റു. അപ്പം ഉമ്മ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല പാരന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. സോ ഉമ്മ ആണെങ്കിൽ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഇഡലി എന്തോ അവന് കൊടുത്തു കേട്ടോ. അതൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് പാവം എന്റെ നെഞ്ചിൽ, ഇവിടെ ഞാൻ സോഫയിൽ കിടന്നിട്ട് എന്റെ നെഞ്ചിൽ കിടത്തി അങ്ങനെ ഇങ്ങനെ ആടി ആടി കിടന്നുറങ്ങി കേട്ടോ. അപ്പോ പിന്നെ ഇവന് പാല് വേണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന സമയത്ത് ഞാൻ എടുത്തിട്ട് എന്റെ നെഞ്ചിൽ കിടത്തിയിട്ട്, അതായത് ഞാൻ കിടക്കും എന്നിട്ട് എന്റെ പുറത്ത് കിടത്തിയിട്ടാണ് ഇവനെ ഉറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങോട്ട് അവൻ അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസം ഞാൻ പറഞ്ഞില്ലേ നല്ല പോലെ കരഞ്ഞു. നമ്മള് തോളിലിട്ട് റീക്ക ഉറക്കി, പിന്നെ എന്റെ പുറത്ത് കിടത്തി ഉറക്കി. അങ്ങനെയൊക്കെ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ ഒരു അവൻ പാല് കുടിക്കുന്നത് എനിക്ക് നിർത്താൻ പറ്റി. ഇനി നമുക്ക് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഡേ ടൈമിലും ഇവന് പാല് കുടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവന് ഉറങ്ങണമെങ്കിൽ ഡേ ടൈമിൽ ഉറങ്ങും കേട്ടോ. ഒരു 1-2 നാപ്പൊക്കെ എടുക്കാറുണ്ട് ഡേ ടൈമിൽ. അപ്പൊ ഇവൻ ഡേ ടൈമിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പാല് വേണമല്ലോ. ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ കൊണ്ട് കിടത്തും. അതായത് ഇവൻ ചില സമയം ഉറങ്ങുമ്പോൾ നമ്മൾ എടുത്തോണ്ട് നടന്ന് ഉറങ്ങണം, അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ പാല് കുടിച്ചാലും ശരി, ചില സമയം ഉറങ്ങൂല, എടുത്തോണ്ട് തന്നെ ഉറക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ശീലവും മാറ്റണം, ഈ ഒരു ശീലവും മാറ്റണമെന്നും പറഞ്ഞ് തൊട്ടടുത്ത് എന്റെ ബെഡിൽ കിടത്താൻ തുടങ്ങി. പാല് കൊടുക്കൂല. അപ്പൊ ഇവൻ എന്തെന്ന് വെച്ചാൽ അധികം കരയാനൊന്നും തുടങ്ങിയില്ല. ചിലപ്പോൾ പാല് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വയലന്റ് ആണ്. എന്റെ താത്ത അങ്ങനെയാണ് പറഞ്ഞു തന്നത്, ചിലപ്പോൾ വയലന്റ് ആവും. താത്തയുടെ മക്കളില് മൂത്ത ആൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ അങ്ങനെ ഭയങ്കരമായിട്ട് വയലന്റ് ആയില്ല, ജസ്റ്റ് ഒന്ന് കരയാൻ തുടങ്ങി, കണ്ണീരൊക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു. അപ്പോഴൊന്നും ഞാൻ കൊടുക്കൂല, കിടക്കാൻ പറയും, കിടക്ക് ഇവിടെ കിടക്കെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കിടത്തും. അവസാനം അവൻ തനിയെ പാല് കിട്ടൂല എന്നൊരു 10-15 മിനിറ്റ് ട്രൈ ചെയ്ത് നോക്കും. കിട്ടൂല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ എന്റെ പുറത്ത് തനിയെ കയറി വന്നിട്ട് എന്റെ പുറത്ത് കിടന്ന് നെഞ്ചിൽ ചേർന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നേ. അപ്പൊ അങ്ങനെയാണ് അവനെ പിന്നെ ഡേ ടൈമിലുള്ള പാല് കുടിയും ഞാൻ നിർത്തിയത്.
എനിക്ക് രാത്രി എന്തോ നിർത്താൻ എളുപ്പമായിരുന്നു, പക്ഷെ പകല് നിർത്തുന്നത് എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. എന്തെന്ന് വെച്ചാൽ രാത്രി ചിലപ്പോൾ അവന് നല്ല ഉറക്കവും കൂടെ വരണോണ്ടായിരിക്കും അവൻ 2 ദിവസം കരഞ്ഞ് വിളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മറന്നുപോയി, അവൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി, തനിയെ നമ്മുടെ അടുത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ പകൽ അങ്ങനെയല്ല, അവന് നല്ല ഓർമ്മയുണ്ട്. പാല് ചോദിക്കുന്നു. അതൊരു ഒരാഴ്ച ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. അതായത് ഇവൻ കിടന്ന് ബഹളം വെക്കുമായിരുന്നു, പക്ഷെ ഞാൻ കൊടുക്കൂല, അതിന്റെ പുറത്ത് വന്ന് കിടന്ന് അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഇവന്റെ പാലുകുടി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ഈ ഒരു പാലുകുടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ മതിയാവും. ഉടനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നെ പാവം തോന്നിയാണെങ്കിലും ഞാൻ കൊടുത്തിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താണ് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് എങ്ങനെയും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കൗണ്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില ബേബീസ് ഒക്കെ ഭയങ്കര വയലന്റ് ആവും, പെട്ടെന്നൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അത് അവർക്കും മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാക്കും. സോ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല, അവർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. ആ ഒരു രീതിയിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ എന്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിക്കുമായിരുന്നു മെസ്സേജ് ഇട്ട്, നീ എങ്ങനെയാണ് പാല് കൂടിയൊക്കെ നിർത്തിയത്? എന്റെ താത്താരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു. അപ്പൊ എന്റെ താത്ത പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തേ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലൊക്കെ നേരത്തെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, എങ്ങനെ ഞാൻ ഈ ഒരു പാല് കൂടി സ്റ്റോപ്പ് ചെയ്യും? 1 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ വന്ന് തുടങ്ങും. എങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും? ഇവൻ ഇങ്ങനെ പാല് കുടിച്ചേ ഉറങ്ങുള്ളൂ, ഇനി ഞാൻ എന്ന് ഉറങ്ങും? ഇതൊക്കെയാണ് എന്റെ ആലോചന. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 6 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് രാത്രി ഫീഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതങ്ങ് ആ ഒരു ശീലം അങ്ങ് മാറും. 1 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അങ്ങനത്തെ ശീലം നിർത്തുക എന്ന് പറയുന്നത്. പിന്നെ ചിലർക്ക് ഒരാഴ്ചയൊക്കെ ആവും കുഞ്ഞുങ്ങൾ നമുക്ക് ഈ ഒരു പാല് കൂടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പല രീതിയിലുള്ള മെത്തേഡൊക്കെ ട്രൈ ചെയ്യും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലേ, പുളി മാത്രമാണ് ട്രൈ ചെയ്തത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം എന്താണോ അത് വെച്ച് ട്രൈ ചെയ്ത് അത് ഫെയിലായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച നല്ല ബുദ്ധിമുട്ട് കാണും. പക്ഷെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, പാല് കൂടി നമ്മൾ നിർത്താൻ പോവുകയാണ്. എത്ര വിഷമം ഉണ്ടെങ്കിലും കുഞ്ഞ് കരഞ്ഞു വിളിച്ചാലും പേഷ്യൻസ് ആണ് ആദ്യം വേണ്ടത്. നിങ്ങൾ ആ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് നിർത്താൻ പറ്റും. കരഞ്ഞാലും അവരെടുത്ത് ആശ്വസിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കുഞ്ഞുങ്ങളുടെ പാലുകൂടി നിർത്തുക. പിന്നെ മാക്സിമം 2 വയസ്സ് വരെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചില കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഏർലി ആയിട്ട് നിർത്തേണ്ടി വരുന്നത്. പിന്നെ നിർത്തുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഒരു പീഡിയാട്രിഷ്യനെയൊക്കെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒപ്പീനിയനൊക്കെ ചോദിക്കാം. പിന്നെ നിർത്തിയതിന് ശേഷം ഞാൻ അവന് കുപ്പിപ്പാല് പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളിവിടെ മേടിക്കുന്ന പശുവും പാല് അങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പം ആദ്യമൊക്കെ അവൻ കുടിക്കാൻ മടിയായിരുന്നു. പശുവും പാല് അവൻ ഫോർമുല മിൽക്ക് ആണെങ്കിൽ കുടിച്ചായിരുന്നു, പക്ഷെ അതും കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ പാല് കൂടി നിർത്തിയതല്ലേ, അപ്പൊ അതും കൊടുത്താൽ ശരിയാവില്ല. ആദ്യമൊക്കെ ഒരു ദിവസം 1 പ്രാവശ്യമൊക്കെ കുടിക്കുകയുള്ളായിരുന്നു. പിന്നെ ഇപ്പൊ അവൻ 2 പ്രാവശ്യം കുടിക്കുന്നുണ്ട്. മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ 1 പ്രാവശ്യം കുടിക്കാൻ തന്നെ നല്ല മടിയായിരുന്നു. അവന് പാലേ വേണ്ടായിരുന്നു. നിർത്തിയപ്പോഴേ അവന് പാലേ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്നൊരവസ്ഥയായിപ്പോയി. പിന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങ് മറന്നോളും കേട്ടോ, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർക്ക് ആ ഒരു സാധനമേ ഓർമ്മ കാണൂല. അപ്പൊ ഇതായിരുന്നേ ഞാൻ ഇങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്ത. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത്, നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അമ്മമാർക്ക് വരുന്ന ബുദ്ധിമുട്ട്. അതായത് നമുക്ക് ബ്രസ്റ്റ് നല്ല പോലെ പെയിൻ ആവും, പാല് നമ്മൾ കൊടുക്കാതെ വരുമ്പോഴേ. അപ്പോൾ ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഒറ്റ അടിക്ക് നിർത്താൻ പാടില്ല. ചിലർക്ക് നല്ല രീതിയിൽ പാലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഒറ്റ അടിക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ എൻഗോഷ്മെന്റ് ഒക്കെ ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. അപ്പോ പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാലിന്റെ പ്രൊഡക്ഷനൊക്കെ ഓട്ടോമാറ്റിക്കാ കുറഞ്ഞു വരും. അങ്ങനെയാണ് കുഞ്ഞിന് ആവശ്യമുള്ള പാല് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ പറയാൻ പറ്റില്ല, ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർക്ക് കൂടുതൽ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞാലും നല്ല രീതിയിൽ പാലൊക്കെ വരുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പകൽ സമയത്തുള്ള കൗണ്ട് ആദ്യം കുറയ്ക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾ 4 തവണയാണ് പാല് കൊടുക്കുന്നതെങ്കിൽ അത് 3 ആക്കി കൊണ്ടുവരിക, പിന്നെ 2 ആക്കി കൊണ്ടുവരിക. ഈ പാല് ചോദിക്കുന്ന സമയങ്ങളിൽ വേറെ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കൊടുക്കുക. സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അതൊക്കെ കഴിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുക. പിന്നെ രാത്രി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, രാത്രിയും ഒറ്റയടിക്ക് നിർത്തണ്ട. ഒരു പ്രാവശ്യം രാത്രിയുള്ള കൗണ്ട് 1 പ്രാവശ്യം കൊടുക്കുക. ഞാൻ ആദ്യം സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അവൻ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എങ്ങനെയാന്ന് വെച്ചാൽ രാത്രി അവൻ ഒരു 3-4 തവണ, ചിലപ്പോൾ 4-5 തവണയൊക്കെ എഴുന്നേക്കും. അപ്പൊ ഇവൻ 2-3 തവണ ഞാൻ എഴുന്നേറ്റ് കരഞ്ഞ് വിളിച്ചിട്ട് കൊടുത്തില്ല. പിന്നെ ഒരു ഏർലി മോർണിംഗ് ആകുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു 1 തവണ. പിന്നെ അതിന്റെ കൗണ്ട് കുറച്ച്, ആ കൊടുക്കുന്നത് ഞാൻ അങ്ങ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് രാത്രി സമയങ്ങളിൽ ഞാൻ നിർത്തിയത്. ഞാനാണെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരുന്നത്, എമ്മർ ഉറങ്ങിയ സമയമാണ് വീഡിയോ എടുത്തത്. ഞാൻ പോട്ടെ നോക്ക്, എമ്മർ കുഞ്ഞ് നോക്ക്. ഞാനാണെങ്കിലേ ബാത്റൂമിലെ ഡോർ ആണെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടിരുന്നേ.
എമ്മുറ ഉറക്കം എഴുന്നേറ്റിക്കാൻ നോക്കിയപ്പോ നേരെ അങ്ങ് പോണം. ഞാൻ എമ്മുറ ഇങ്ങ് വാ എന്ന് വിളിച്ചപ്പോ ആള് പേടിച്ചു. ഇപ്പൊ ഉറങ്ങിയതുള്ള അരമണിക്കൂറേ ആയോളൂ, ഉറക്കമൊന്നും തെളിഞ്ഞില്ല. കണ്ടില്ലേ, കിടക്കുന്നത് ഉറക്കം തെളിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും എമ്മുറിനെ വെച്ചോണ്ട് തന്നെ വീഡിയോ എടുക്കാവേ. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എന്റെ മൈക്ക് മരിച്ചു പോയാണ്ടോ? ഈ എന്റെ മൈക്ക് ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്, ഇവൻ കിടക്കുന്നു. ഓക്കെ പോട്ടെ. എന്തായാലും ഇതിനെ വെച്ചോണ്ട് ഞാൻ വീഡിയോ ബാക്കി പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും. അപ്പൊ എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ പെയിൻ ഉണ്ടാവും ചോദിച്ചാൽ ഇല്ലായിരുന്നു. അത്ര ഭയങ്കര രീതിയിലൊന്നും പെയിൻ ഒന്നും ഇല്ലായിരുന്നു. അതായത് ഇപ്പൊ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഒരു രാവിലെ തൊട്ട് രാത്രി വരെ നമ്മളിപ്പം കൊടുക്കാതിരിക്കുമ്പോ രാത്രി കാണുമ്പോൾ ഒരു കല്ലിച്ച പോലെയൊക്കെ തോന്നുമായിരുന്നു ബ്രസ്റ്റിലായിട്ട്. ഒരു പെയിൻ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, താത്താടെ മെസ്സേജ് എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ താത്ത പറഞ്ഞു അത് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ എനിക്കെന്തോ നല്ല രീതിയിൽ രാത്രിയായപ്പം നല്ല രീതിയിൽ പെയിൻ ആവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കിടന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കിടന്നേ. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ട് ചൂടുവെള്ളം വെച്ചേ. ചൂടുവെള്ളം നമ്മൾ ബ്രസ്റ്റിൽ വെക്കുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം കിട്ടും. ആ ഒരു എൻകോർച്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലേ ആ ഒരു സ്വെല്ലിങ് ഉണ്ടാവൂലേ. എൻകോർച്ച്മെന്റ് വരാതിരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. കാരണം ചിലർക്ക് അങ്ങനെ കല്ലിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സർജറി ഒക്കെ ചെയ്ത് എടുത്ത് കളയേണ്ടി വരും. സോ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ട്, ഈ ചൂടൊക്കെ വെച്ചിട്ട് പോകുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചൂടൊക്കെ പിടിച്ചു. അതിനുശേഷം വീണ്ടും എനിക്ക് ചൂട് പിടിച്ചിട്ടും നല്ല പെയിൻ ഉള്ളതുപോലെ തോന്നിയപ്പോ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എന്റെ കയ്യില്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇലക്ട്രിക് പമ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പം ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്ത് കളഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ച് ആശ്വാസം വന്നു. അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പമ്പ് ചെയ്തെടുത്ത് കളഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് എനിക്ക് ആ ഒരു പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മാത്രം ഞാൻ എടുത്ത് കളഞ്ഞേ. അങ്ങനെ 1-2 ദിവസം ചെയ്ത് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, വീണ്ടും പെയിൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെന്താണ് 2 ദിവസത്തില് ഒരിക്കലും എനിക്ക് അങ്ങനെ എടുത്ത് കളയേണ്ടി വന്നേ, പെയിൻ ആയിട്ട് തോന്നിയപ്പോ. പിന്നെ ചോദിച്ചു ഇനിയിപ്പോ ഡോക്ടറിന്റെ അടുത്ത് പോണോ, ഹസ്ബൻഡ് പറയുന്നു എനിക്ക് നല്ല പെയിൻ ഉണ്ട്, അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോവാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ പോവേണ്ടി വന്നില്ല. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മിൽക്ക് പ്രൊഡക്ഷൻ നിൽക്കുന്നതിന്റെ തലേന്നും എനിക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇതുപോലെ പാല് പമ്പ് യൂസ് ചെയ്ത് എടുത്ത് കളഞ്ഞായിരുന്നു. അതിനുശേഷം കറക്റ്റ് ഒരാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് പെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി ആ മിൽക്ക് പ്രൊഡക്ഷൻ തന്നെ പോയി. അതായത് ഞാൻ ഈ പമ്പ് ചെയ്തെടുത്ത് കളയുമ്പോൾ തന്നെ ഒരുപാട് പാലൊന്നുമില്ല, വളരെ കുറച്ചായിരിക്കും വരുന്നത് കേട്ടോ. ആ ഒരു കുറച്ച് പാൽ അവിടെ നിന്നിട്ടാണ് എനിക്ക് അത്രയും പെയിൻ ആയത്. ജസ്റ്റ് ഇങ്ങനെ കല്ലിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഞാൻ ചൂടൊക്കെ വെച്ച് കൊടുത്ത് അത് പോയി. അപ്പൊ ഒരാഴ്ച നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളത് എന്താണ് ഇതുപോലെ ചൂടൊന്ന് പിടിച്ചു നോക്കുക. അസഹനീയമായിട്ടുള്ള വേദനയാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. വീട്ടിലിരുന്ന് സ്വയം ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്താന്ന് വെച്ചാൽ ചെയ്യാവേ. അപ്പം ചിലർക്ക് അധികം പാലൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരാഴ്ച നല്ല പെയിനാണ്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് ശരിയാവേ, പ്രശ്നമൊന്നും കാണില്ല. ഇതായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം വന്ന പെയിനും ഞാൻ ഇങ്ങനെയാണ് മാനേജ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഗൈസ്, നിങ്ങൾ അതായത് കുട്ടിയുടെ പാല് കൂടി നിർത്തണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് കുട്ടിക്ക് കൊടുക്കുന്ന പാല് കൊടുക്കുന്നതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് പതിയെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ മതിയേ. നിങ്ങൾ പേഷ്യൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ ആ ഒരു ഉറച്ച ദൃഢനിശ്ചയം വേണം നിർത്തുമെന്നുള്ളത് കേട്ടോ. ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്താണ്, ഒരാഴ്ച നല്ലപോലെ കുഞ്ഞ് കരയും. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് കുഞ്ഞ് മറന്നോളും. പിന്നെ കുട്ടിക്ക് കുപ്പിപ്പാലൊക്കെ ഇടയ്ക്ക് കൊടുക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക. അപ്പൊ കുഞ്ഞ് റെഡി ആയിക്കോളെ. അപ്പൊ ഇതാണ് എന്റെ കുഞ്ഞ്. എന്തോ ഹായ് ഹായ് പറ വീഡിയോയില്. അറിയില്ലേ, എന്റെ കുഞ്ഞിനെ ഉറക്കാൻ തെളിഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണേ. സോ ഗൈസ്, എന്റെ എക്സ്പീരിയൻസ് എല്ലാവരും കേട്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്റെ ചാനല്, ഞാൻ ആടി ഇരിക്കുന്ന വേറൊന്നും അല്ല, ഈവൻ ഉറക്കത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ആടുന്നത്. അപ്പൊ ഗൈസ്, എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. കൈ കിട്ടുന്നില്ലല്ലോ. ടാറ്റ പറ. ടാറ്റ.